യെസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പസമയത്തിനകം തന്നെ റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 11 മണിയോടുകൂടിയാണ് കോടതി നടപടികൾ ആരംഭിക്കുക. ഗോകുൽ രമേശിനൊപ്പം മനോജ് കൂടി കോടതി വളപ്പിൽ നിന്നും ചേരുകയാണ്. മനോജ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നും കോടതിക്കകത്തുണ്ടാകും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അന്വേഷണം വിപുലീകരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ അത്തരം നീക്കങ്ങളാകുമല്ലോ അന്വേഷണ സംഘം ഈ കോടതി മുറിയിൽ നടത്തുക. തീർച്ചയായും അതുതന്നെയാണ്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ക്രൈം നടന്ന പരിധിയിലുള്ള കോടതിയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘം 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ഇന്ന് കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ വയ്ക്കും. എന്തായാലും കൂടുതൽ സമയം കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമാകുകയുള്ളൂ. നിർണായക വിവരങ്ങളാണ്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലൂടെ നിർണായക വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ പങ്കെന്തെന്നും ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള പങ്ക് ഈ ഒരു ഗൂഢാലോചനയിലും അതോടൊപ്പം തന്നെ ഈ സ്വർണം കടത്തിയതിലുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത് 2ലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മറ്റു പ്രതികളെയൊക്കെ നമുക്കറിയാം. 2 കേസുകളിലും ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയതും ഈ കട്ടിട കടത്തിയതിലുമൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മൊഴി അത് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചാകും അന്വേഷണ സംഘത്തിൻ്റെ ഇനിയുള്ള നടപടിക്രമങ്ങൾ. എന്തായാലും കോടതി ഇന്ന് കസ്റ്റഡിയിൽ വിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് പുരോഗമിക്കുക. അതിനുശേഷം അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോകുക എന്നതിനെപ്പറ്റി ഇനിയും വ്യക്തത വരണം. കഴിഞ്ഞ ദിവസം ഈ പുളിമാത്തിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, ഈ സ്വർണ്ണക്കവർച്ച നടത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായി പുറത്തു വരുന്നത്. കാരണം ഇത്രയധികം കൊള്ള നടത്തിയിട്ടും മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് തന്നെ ആദ്യഘട്ടത്തിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇനി ഒരിക്കലും ദേവസ്വത്തിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കുരുക്ക് മുറുകി കഴിഞ്ഞു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിക്കഴിഞ്ഞു, പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ ശബരിമലയിലെ സ്വർണം പങ്കിട്ടെടുക്കുവാൻ ഉദ്യോഗസ്ഥർ കൂടെ കൂട്ടുനിന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായും ഒരു വീതം ഓരോ ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. അല്പം മുമ്പാണ് ഈ റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത്. തുടർ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കോടതി കൃത്യമായും ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിലടക്കം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങളിലേക്കും കടക്കുകയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാവനമായി ഭക്തർ കാണുന്ന ആ ക്ഷേത്രം, അതായത് ലോകമെമ്പാടുമുള്ള ഭക്തർ എത്തുന്ന ശബരിമലയിലാണ് ഇത്തരത്തിലൊരു കൊള്ള നടന്നിട്ടുള്ളത്. അത് കൃത്യമായും ഭക്തർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. കാരണം ദേവസ്വം ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലെ തട്ടിപ്പുകൾ പുറത്തു വരുമ്പോൾ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ, അതായത് പല പ്രതിഷേധങ്ങളിലും ഉയർന്നു കേട്ടതാണ്, ഒരു മഞ്ഞുമലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും എത്രയോ തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരുവാനുണ്ട്. ഇതുപോലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ ഇനിയുമുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണത്തിലൂടെ ശബരിമലയിൽ നടന്ന എല്ലാ തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരണമെന്നത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റ് നടപടിക്രമങ്ങൾ. കഴിഞ്ഞ ദിവസം 10 മണിക്കൂറോളം ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇനി കൂടുതൽ പേരെ പ്രതി ചേർക്കണമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. അതോടൊപ്പം തന്നെ പ്രതി ചേർത്തിട്ടുള്ള, അതായത് മുൻ ദേവസ്വം ഉദ്യോഗസ്ഥർ, ദേവസ്വത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നവരൊക്കെ തന്നെ പലപ്പോഴും അത് തള്ളിക്കളയുമ്പോഴും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. സന്നിധാനത്തടക്കം കഴിഞ്ഞ ദിവസവും പരിശോധനയുണ്ടായിരുന്നു. അത്തരത്തിൽ ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലടക്കം, അതായത് വ്യക്തമായിട്ടുള്ള ഒരു പരിശോധനയിലൂടെ ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ അന്വേഷണം വഴിതിരിച്ചു വിടുവാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാലും അത് കൃത്യമായും കോടതിയുടെ നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടത്തി ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് കൃത്യമായും കോടതി വിലയിരുത്തും. ഇതിൽ അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള, അതായത് ദേവസ്വം മന്ത്രിയുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ദേവസ്വം മന്ത്രിമാരടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത്
ഇടപഴകിയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ തെളിവുകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഇതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പറ്റില്ല. ആരൊക്കെ ചേർന്നാണ് ഈ കൊള്ള നടത്തിയിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മുഖങ്ങളായി, അതായത് ഓരോ പൊയ്മുഖങ്ങളായി അഴിഞ്ഞു വീഴുന്ന ഒരു ഘട്ടമാണ്. നേരത്തെ തന്നെ പത്മകുമാറിൻ്റെ അടക്കം പ്രതികരണങ്ങൾ മുൻപ് വന്നിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഇത് തള്ളിക്കളയുമ്പോൾ പിന്നീട് കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു, പ്രതിപട്ടികയിൽ വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും എത്രയോ പേർ ഈ ഒരു പ്രതിപട്ടികയിലേക്ക് വരുവാനുണ്ട് എന്നതിനെ പറ്റിയാണ് അന്വേഷണം നടക്കുന്നത്. ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത്, ആരൊക്കെയാണ് ഈ സ്വർണം പങ്കിട്ടെടുത്തത് എന്നതിനെപ്പറ്റി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണം തനിക്ക് സ്വർണ്ണമായല്ല ലഭിച്ചത്, ചെമ്പായാണ് ലഭിച്ചത് എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ഭാഗത്തു നിന്നും ഉയരുമ്പോൾ ആരാണ് ഈ സ്വർണ്ണത്തെ മാറ്റി ചെമ്പ് എന്ന് മഹസറിൽ എഴുതി പിടിപ്പിച്ചത് എന്നതിനെ പറ്റിയിട്ടാണ് ഇനി അന്വേഷണം നടക്കേണ്ടത്. ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന ഇല്ലാതെ ഒരിക്കലും ഈ സ്വർണം ചെമ്പായി മാറില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ രേഖകളിൽ പോലും കോടതി നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഗൂഗിളും മനോജുമാണ് കോടതിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.